ഇന്നത്തെ പായസത്തിൻ്റെ പേര് ഹോഴ്സ് ഗ്രാം മഷ്റൂം പായസം. മുതിര വെച്ചിട്ടുള്ളൊരു പായസമാണ്. ഹോഴ്സ് ഗ്രാം പായസം അല്ലെങ്കിൽ ഹോഴ്സ് ഗ്രാം മഷ്റൂം പായസം. അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുതിര ഞാൻ നല്ലപോലെ കുക്കറിൽ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മുതിര എടുത്ത് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ചൊന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട്. അതുപോലെ അതിൻ്റെ കൂടെ പ്രധാനപ്പെട്ട വേറൊരു സാധനം കൂടിയുണ്ട്, സ്വീറ്റ് പൊട്ടറ്റോ. നമ്മുടെ മധുരക്കിഴങ്ങ് കുക്കറിൽ അടിച്ച് വേവിച്ചൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ മഷ്റൂം ഉണ്ട്, ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതേ മഷ്റൂം. അതേപോലെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കരയുണ്ട്. പിന്നെ നമുക്ക് ഗാർണിഷിങ്ങിന് അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത്, പിന്നെ നെയ്യും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിത് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ ഗാർണിഷിങ്ങിനുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്തെല്ലാം വറുത്തെടുക്കാം. ഇതാ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കട്ടെ. ഞാനിത് കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും കിസ്മിസും നല്ലപോലെ നെയ്യിൽ മൂത്ത് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റാം നമുക്ക് നെയ്യിൽ. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഞാൻ നെയ്യിൽ നിന്ന് മാറ്റിയേ. ഇനിയിപ്പോൾ നമുക്ക് ഈ തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇതാ നല്ലപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അതും കോരി മാറ്റി വെക്കാം നമുക്ക്. ഇതിലോട്ട് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂം നല്ലപോലെ മൂത്ത് വരട്ടെ. അതിൻ്റെ ആ വെള്ളമൊക്കെ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങി വരാണ്ട്, ആ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് മഷ്റൂം ഈ നെയ്യിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. മഷ്റൂം നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നെയ്യിൽ കിടന്നൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മഷ്റൂം മാറ്റി വെക്കാം. മഷ്റൂം ഇതാ നെയ്യിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഈ മുതിരയില്ലേ, അത് മുഴുവനായിട്ട് വേവിച്ച് വെച്ച മുതിര കുറച്ച് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് മിക്സിയിൽ അടിച്ചെടുത്തില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കട്ടെ. ഒരു കട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത്. ഇനി ഇത് രണ്ടും കൂടെ നല്ലപോലെ നെയ്യിൽ കിടന്നൊന്ന് വഴറ്റിയെടുക്കാം. മുതിര ഇത് നല്ലപോലെ നെയ്യിൽ കിടന്ന് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നേരത്തെ വേവിച്ചുടച്ച് വെച്ച സ്വീറ്റ് പൊട്ടറ്റോ ഇല്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും കൂടെ നല്ലപോലെ ഈ നെയ്യിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. മുതിരയും സ്വീറ്റ് പൊട്ടറ്റോ നല്ലപോലെ ഈ നെയ്യിൽ കിടന്നൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. മധുരം എത്രയാണ് വേണ്ടേ അത് നോക്കിയിട്ട് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോയും മുതിരയും ഒക്കെ നല്ലപോലെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കട്ടെ. ഞാനിതാ 2-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. 2-ാം പാൽ കിടന്നിതാ നല്ലപോലെ പായസം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ നെയ്യിൽ വഴറ്റി വെച്ച മഷ്റൂം ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ തീ ഓഫ് ചെയ്യട്ടെ. തീ ഓഫ് ചെയ്തിട്ട് 1-ാം പാലും അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കാം. ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുത്തേ. ഇനി ഞാൻ ഇതിലോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ച തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കട്ടെ.
അങ്ങനെ ഇതാ നമ്മുടെ ഹോഴ്സ് ഗ്രാം പായസം റെഡിയായി. ഹോഴ്സ് ഗ്രാം മാത്രമല്ലേ, ഹോഴ്സ് ഗ്രാം മുതിര സ്വീറ്റ് പൊട്ടറ്റോ പായസം. ഒരു പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നാളെ വീണ്ടും നല്ലൊരു പായസമായിട്ട് നമുക്ക് കാണാം.